ഈ കാണുന്ന സമയത്ത് നീ നരകത്തെ കുറിച്ച് നീ ചിന്തിക്കണം. പടച്ചവനെ, 3000 കൊല്ലം കത്തിച്ച ഈ നരകത്തിന്റെ തീ എന്തായിരിക്കും റഹ്മാനെ? അല്ലാഹുവേ, നരകത്തിലെ തീയുടെ 70 അംശമാണ് ഞാൻ എൻ്റെ വീട്ടിൽ കത്തിക്കുന്ന തീ. ഇതുപോലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇതുപോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, പിന്നെ എങ്ങനെയാ? സൂറത്തുൽ വാഖിഅ അല്ലാഹു പറയുന്നു, നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നാം അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിരിക്കുന്നു. ഈ തീ അല്ലാഹു ഒരു ചിന്താ വിഷയമാക്കി നിനക്ക് തന്നിരിക്കുകയാണ്, ചിന്തിക്കാൻ. സഞ്ചാരികൾക്കൊരു ജീവിത സൗകര്യമായി തന്നിരിക്കുന്ന തീയുണ്ടല്ലോ. ഈ ദുനിയാവിലെ തീ നീ കാണുമ്പോ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയുണ്ടല്ലോ. പഠിച്ചവനെ, അത് കറുപ്പായിരുന്നു, കത്തിച്ചു. അത് ചുമപ്പായി, അത് വെളുപ്പായി. 3000 വർഷക്കാലം അല്ലാഹു കത്തിച്ചിരിക്കുന്ന നരകത്തിന്റെ ഭയാനകമായ തീയുണ്ടല്ലോ. ആ തീയിലെ 70 അംശമാണ് ദുനിയാവിലെ തീ. ആ തീ പോലും എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹു വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചറബിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ചിന്താ വിഷയമായി ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദൃഷ്ടാന്തത്തെ പോലെ അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് കടന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നാം അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ ചോദിക്കുന്നത്, എവിടെയാ നരകമിരിക്കുന്നത്? ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ആ നരകത്തിന്റെ തട്ടുകളെ കുറിച്ച്, നരകത്തിന്റെ തട്ടുകളിൽ കിടക്കുന്ന വിഭാഗത്തെ കുറിച്ച്, ഓരോ മനുഷ്യനും അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ പരിഹസിക്കുന്ന, എവിടെയാ ഉസ്താദ്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിന്റെ അടിത്തട്ടിലാണോ? എവിടെയാണ് അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, ഇതെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ടടാ. അല്ലാഹുവിന്റെ നരകം നിന്റെ കണ്ണുകൊണ്ട് ലൈവായി കാണുകയാണ്. അന്ന് നീ റബ്ബിനോട് പറയും, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. നാളെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ കാവൽക്കാരായ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികളും നാളെ പരലോകത്തേക്ക് നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ഇതൊക്കെ കളിയാക്കി പറഞ്ഞവനെ, നിഷേധിച്ചവനെ, നിസാരമാക്കിയവനെ, ഇതൊക്കെ ഉസ്താദന്മാര് വെറുതെ പറയുന്നതാണ്, നമ്മളെ പീഡിപ്പിക്കാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളിയവനെ, എല്ലാവരും സ്വർഗത്തിൽ പോയാൽ അല്ലാഹു നരകവും സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. നരകത്തിൽ പോകാൻ ആരെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ നരകത്തിൽ പൊക്കൊള്ളാമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ ചെറുപ്പക്കാരാ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച നരകത്തെ കാണുമ്പോ അവിടെ നിന്ന് വിളിക്കുന്നു, റബ്ബനാ, എന്റെ രക്ഷിതാവായ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകം കണ്ടു റബ്ബേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട്, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകം കാണുന്നു പടച്ചവനെ, നരകത്തിന്റെ തീ കാണുന്നു പടച്ചവനെ. ആ നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ. എന്നിട്ട്
എന്നിട്ട് പറയുന്നു നാഥാ വസമിഅനാ, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നു അല്ലാഹ്. ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഫർജിഅനാ, ഒന്നുകൂടെ ഞങ്ങളെ പായിപ്പാടിന്റെ മണ്ണിലേക്കൊന്നു മടക്കുമോ അല്ലാഹ്. ദുനിയാവിലേക്ക് നീ ഞങ്ങൾക്കൊരവസരം തരുമോ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിക്കാമല്ലാഹ്, ഞങ്ങൾ ഖുർആൻ ഓതാമല്ലാഹ്. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കില്ല അല്ലാഹ്, നിനക്കെതിര് പ്രവർത്തിക്കില്ല അല്ലാഹ്. ഫർജിഅനാ, ഒരവസരം തരണേ എന്ന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്ന് യാചിക്കുമ്പോ ഖുദൂഹു ഫൗലു സുമ്മൽ ജഹീമ സല്ലൂ, അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുകയാണ് ഇവനെ ചങ്ങലയിൽ കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകം നിസാരമല്ല. ആ നരകത്തിന്റെ വലിപ്പം എന്തെന്നറിയോ? ആ നരകത്തിന്റെ ആഴം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരുടെ കൂടെ ഇരിക്കുമ്പോ അല്ലാഹുവേ, അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്തോ വന്നു വീഴുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ട പാടേ സ്വഹാബത്ത് ഭയന്നുപോയി. ശബ്ദം കേൾക്കുന്ന ഭാഗം പെട്ടെന്ന് ഈ സീറ്റിന്റെ മുകളിൽ എന്തെങ്കിലും വന്നു വീണ നമ്മൾ ഭയപ്പെടുമല്ലോ. അതുപോലെ ഭയാനകമായ എന്തോ താഴെ വന്നു വീണ ഭയാനകമായ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് സ്വഹാബത്ത് പേടിക്കുകയാ. അവിടെ നിന്ന് ഭയപ്പെടുമ്പോ സ്വഹാബ ഈ ശബ്ദം കേട്ടതെന്നറിയുമോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്ത് ശബ്ദമാണ് കേട്ടതെന്ന് നിങ്ങൾക്കറിയുമോ? പല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അറിയില്ല നബിയേ, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, ഒരു കല്ല് വന്നു വീണ ശബ്ദമാ സഹാബ. നബിതങ്ങളും സ്വഹാബത്തും ഇരിക്കുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താ ശബ്ദം കേട്ടത്? അല്ലാഹുവിനും എന്റെ റസൂലിനും മാത്രമേ അറിയൂ, ഞങ്ങൾക്കറിയില്ല. നബിതങ്ങൾ ചോദിച്ചു, അതൊരു കല്ല് വന്നു വീണ ശബ്ദമാ. ഏത് കല്ല്? നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിട്ടു. നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് ഇങ്ങനെ താഴേക്കിട്ടു. എത്ര നാള് മുമ്പ്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുൻപ് 70,000 വർഷം മുമ്പ്, 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്തിങ്ങനെ താഴേക്കിട്ടു. അത് താഴെ വന്ന് വീഴാൻ 70,000 വർഷമെടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 70,000 വർഷമെടുത്തു നരകത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് താഴെ വന്ന് വീഴാൻ. അപ്പൊ ആഴം ചിന്തിക്കാം. പായിപ്പാട് പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറിയവർക്ക് താഴേക്ക് നോക്കുമ്പോൾ അതിന്റെ ആഴം അറിയാം. പായിപ്പാട് പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആയത്തിൽ കുറിച്ച് ഓതുന്നവരില്ലേ? പള്ളിയുടെ മുകളിൽ കയറിയിട്ട് കാല് വരച്ചവരൊക്കെ ഇല്ലേ? അല്ലാഹു നമുക്ക് ഈ മാന്തരമാറാകട്ടെ. താഴേക്ക് നോക്കിയപ്പോ എങ്ങനെയുണ്ട് ഷാജിന്? മൊത്തമാണ്. ഇതിന്റെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോ പടച്ചോനെ എന്താ അല്ലേ? ഒരു കല്ലെടുത്ത് താഴേക്ക് ഇടുമ്പോ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ കല്ല് താഴെ വന്ന് വീഴുന്നു അല്ലേ? അപ്പൊ നരകത്തിന്റെ മുകളിൽ നിന്നിട്ട കല്ല് താഴെ വന്ന് വീഴാൻ 70,000 കൊല്ലമെടുത്തെങ്കിൽ ഈ 70,000 കൊല്ലോന്ന് പറയുന്നത് അത്ര നിസാരമായി കാണണ്ട. നമ്മുടെ ഈ ദുനിയാവിലെ 70,000 വർഷമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പരലോകത്തിലെ ഒരു ദിവസം, അള്ളാഹുവിന്റെ മഹ്ശറയിലെ ഒരു ദിവസം ഈ ദുനിയാവിലെ 50,000 വർഷത്തിനേക്കാൾ ദൈർഘ്യമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ദുനിയാവിലെ 50,000 വർഷത്തിനേക്കാൾ അല്ലാഹുവേ അവിടുത്തെ ഒരു ദിവസത്തിന് ഇവിടുത്തെ 50,000 വർഷത്തെ ദൈർഘ്യമുണ്ടെങ്കിൽ അങ്ങനെ 70,000 ഒന്ന് കൂട്ടിക്ക്. അതാ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഫിയ കമറുദ്ദീൻ എന്ന സഹോദരി, ഞങ്ങൾക്ക് ഹോട്ടലാണ് ഉസ്താദെ, കച്ചവടം തീരെ കുറവാണ്. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നതിനും തൻ്റെ പ്രിയപ്പെട്ട മകൻ ആർമിയിൽ സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു 5,000 രൂപ സദഖ ഞങ്ങൾ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആ പ്രിയപ്പെട്ട സഹോദരി, PK ഒക്കെ ഹോട്ടലുണ്ടോ? ഹോട്ടലിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി 5,000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, ആ പ്രിയപ്പെട്ട പെങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരു ചെറിയ കടയ്ക്കകത്ത് വളരെ പ്രയാസത്തിൽ കഴിയുന്ന സഹോദരി, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ നല്ല നിലയിൽ ആയി കാണാൻ ആഗ്രഹിക്കുന്ന സഹോദരി, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. നീ കൈവിടല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ആ പൊന്നുമകന് നല്ല ഒരു ഭാവിയും നല്ല ഒരു ജോലിയും നല്ല ഒരു ജീവിതവും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരി മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ, പ്രയാസം, അല്ലാഹുവേ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ പണി പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പടച്ചവനെ, തന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന നിന്റെ പള്ളിക്ക് വേണ്ടി തന്നവളാ. നീ മറക്കല്ലേ പടച്ചവനെ, നീ കൈവിടല്ലേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 70,000 കൊല്ലമെടുത്ത് ഒരു കല്ല് താഴെ വന്ന് വീഴാൻ. അപ്പൊ നരകത്തിന്റെ ആഴം മാത്രം ചിന്തിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 4ാമത്തെ കാര്യം, ഈ തീ കാണുമ്പോൾ നരകത്തെക്കുറിച്ച് ഓർക്കണം. 5ാമതായിട്ടോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറയുന്നു, സാധാരണ തീയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആ തീ, നരകത്തിന്റെ തീ. ദുനിയാവിലെ തീ, നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം ഖാലു വല്ലാഹി ഇൻ കാനത് ലകാഫിയതൻ യാ റസൂലല്ലാഹ് ഖാല ഫഇന്നഹാ فضلت عليها ب99 جزءا كلها مثل حرها. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ കത്തിക്കുന്ന നിങ്ങളുടെ ഈ തീ നരകത്തിൽ നിന്ന് 70,000 ഒരു അംശമാണ്. സഹാബത്ത് പറയുന്ന, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നരകത്തിൽ ഇതിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ളതായിരിക്കുമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ തീയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, തീ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട 5ാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ തീയും നരകത്തിന്റെ തീയുടെ കാഠിന്യതയിൽ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 6, എൻ്റെ പ്രിയപ്പെട്ടവരെ, തീ അപകട സാധ്യതയുള്ളതിനാൽ ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണേ എന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീയോട് കളിക്കരുത്. അത് മനുഷ്യനെ നശിപ്പിച്ചു കളയും, സർവ്വതിനെയും തകർത്തു കളയും. അതുകൊണ്ട് അടുപ്പിലോ തീയോ വിളക്കോ, അടുപ്പിനകത്ത് തീയുണ്ടെങ്കിൽ നീ അത് അണച്ചു എന്ന് നിനക്ക് പരിപൂർണ ഉറപ്പുണ്ടാകണം.
രാത്രി കിടക്കുന്നതിന് മുമ്പ് നിന്റെ അടുപ്പിന്റെ അകത്ത് തീയുണ്ടെങ്കിൽ അത് അണച്ചോ ഇല്ലയോ എന്ന് കൺഫേം നീ ചെയ്യണം. നിന്റെ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് നീ അണച്ചോ എന്ന് നീ ഉറപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതല്ലാതെ നീ കിടന്നുറങ്ങിയാൽ അത് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നബിതങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ആറാമത്തെ കാര്യം, തീയ് അതൊരു അപകടകാരിയാണ്. നാം അതിനെ സൂക്ഷിക്കണം. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹമ്മിറു അൽ ആനിയത വഅജീഫു അൽ അബ്വാബ വഅത്ഫിഉ മസാബിഹ ഫഇന്നൽ ഫുവൈസിഖതു റുബ്ബമാ ജറത്തിൽ ഫാത്തിലത. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂടി വെക്കണ്ടേ? രാത്രി പാത്രങ്ങൾ അടച്ചു വെക്കണ്ടേ? ചോറും പാത്രം അടച്ചു വെച്ചില്ലെങ്കിൽ പാറ്റാണോ എന്നെ വീഴുന്നത്? വേറെ എന്തെല്ലാം കിടക്കുന്നത്? വേണ്ടതൊക്കെ വന്ന് നക്കിയിട്ട് പോകും. പിന്നെ വലിയ പാടാ, പല്ലിയും പാറ്റയൊക്കെ നക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ എന്ത് ചെയ്യണം? പാത്രങ്ങൾ, വെള്ളപാത്രങ്ങൾ, ഭക്ഷണ പാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കണം. നബിതങ്ങൾ പറഞ്ഞു, നീ നിന്റെ വാതിലടയ്ക്കണം. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണയ്ക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പാത്രങ്ങൾ അടച്ചു വെക്കണം, വാതിലടയ്ക്കണം, വിളക്കുകൾ നിങ്ങൾ അണയ്ക്കണം. എന്നിട്ട് മുത്തുനബി പറയുകയാണ്, ചിലപ്പോൾ എലി വിളക്കിന്റെ തിരി വലിക്കുകയും വീട്ടുകാരെ കത്തിക്കുകയും ചെയ്തു കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു എലിക്ക് കണിക്കാൻ തോന്നിയാൽ പോലെ ഒരു എലി ഇങ്ങനെ തിന്നാൻ വരുന്ന സമയത്ത് പടച്ചോൻ അതാ ഒരു വിളക്കിരിക്കണം, പോണ വഴിയിൽ ഒരു തട്ട് കൊടുത്തു, കഴിഞ്ഞില്ലേ? അവസാനം അല്ലാതെ കത്തി. അടുത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. 2 ചെറുപ്പക്കാർ ഒരു ജീവനുള്ള എലിയെ പിടിച്ചിട്ട് അതിന്റെ അതിന്റെ മുകളിൽ എന്തോ ഒഴിച്ചിട്ട് വാലിൽ തീ കൊടുത്തു. പാപം, തീ കൊണ്ടൊന്നിനെയും ശിക്ഷിക്കാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീയെ കൊണ്ട് ശിക്ഷിക്കാൻ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് ആ ഉറുമ്പിനെ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? കത്തിക്കരുത്. തീ കൊണ്ടൊന്നിനെയും ശിക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല. ആ ചെറുപ്പക്കാരായ എലിയുടെ വാലിൽ തീ കൊടുത്തു. കഷ്ടം. അതിന്റെ ജീവൻ കൊണ്ട് അതിങ്ങനെ ഓടി എന്ത് ചെയ്തു? ഓടി വെളിയിലേക്ക് പോയിട്ടത് തിരിച്ച് നേരെ ഇവന്മാരുടെ റൂമിനകത്തേക്ക് തന്നെ കയറി. അവസാനം വീട് തന്നെ കത്തിപ്പോകുന്നൊരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇതാ പാഠം. ചിലർക്കെല്ലാം കളിയാ. ചില വസ്തുക്കളെ കാണുമ്പോൾ ചുമ്മാതെ പോയിട്ട് ഉപദ്രവിക്കുന്നവരില്ലേ? വെറുതെ കിടക്കുന്നതിന്. വഴിയിലൊരു നായി കിടക്കണം, പോണ വഴി അതൊന്നും ചെയ്യാൻ കാല് മടക്കി ഒറ്റ അടിയാ അല്ലേ? എന്തേടാ അസറക്ക റോഡിലൂടെ പോകുമ്പോ ഒരു നായ വഴി കിടക്കണം, പോണ വഴി ഒരെണ്ണം കൊടുത്തിട്ട് പോയില്ലേ? ചുമ്മാതെ കിടക്കുന്നതിന് ഒരു കല്ലെടുത്തൊരു കയറി. ചുമ്മരസം, ഉപദ്രവം. ഉറങ്ങിക്കിടക്കുന്ന നായിയുടെ അടുത്ത് പോയിട്ട് ഓണടിക്കുന്ന ആൾക്കാരില്ല, പെട്ടെന്ന് ഞെട്ടിയ ചാടിയ കളി അല്ലേ? അള്ളാഹു നമ്മളെ കീമ നൽകുമാറാകട്ടെ. ഇപ്പൊ നബിതങ്ങൾ പറയുക, ഉദാഹരണ സഹിതം ഇതാ മുത്തുനബി. ഈ മുത്തുനബിയെ ഉമാരി വിമർശിക്കുന്നത്. ഈ നബിതങ്ങൾ ഇത്രയും സൂക്ഷ്മതയോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാ ഓരോ കാര്യങ്ങളും. ഇതാണ് ദീൻ. നബിതങ്ങൾ പറയുന്നു, നിന്റെ വീട്ടിൽ തീ പിടിക്കാൻ അതൊരു കാരണമാകും, അതുകൊണ്ട് നീ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു സഹോദരി, തൻ്റെ മകന് കാറിന്റെ കച്ചവടമാണ്. എപ്പോ കച്ചവടം നടന്നാലും ആ താത്ത നമ്മുടെ പള്ളിക്ക് പൈസ തരും കേട്ടാ. എപ്പോഴും വണ്ടിയുടെ കച്ചവടം നടക്കുമ്പോഴും ഇവിടെ കോടികൾ കിട്ടിയിട്ട് തിരിഞ്ഞു നോക്കണില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. കോടികൾ കച്ചവടം നടത്തി കിട്ടിയിട്ട് ഓനോട് ചോദിച്ചാലും പറയും ഒന്നുമില്ല. ഓരോ ബിസിനസ്സിലും ലക്ഷങ്ങളും കോടികളും കിട്ടിയവന്റെ അടുത്ത് ചോദിക്കാൻ വല്ലതെന്താ? ഓ ഇല്ല. ഒരു വണ്ടി വിറ്റാ എന്തോ കിട്ടൂപ്പാ. അപ്പൊ ഒരു കച്ചവടം നടക്കുമ്പോ തന്റെ കാറിന്റെ കച്ചവടം നടന്നാലും പള്ളിക്ക് സംഭാവന നൽകും. അൽഹംദുലില്ലാ, ഇപ്പൊ ഹലാലായ മുറാദ് ഹാസിലാകാൻ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകുന്നതിന് വേണ്ടി ആ സഹോദരി നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു സംഭാവന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മുറഹീമായ അല്ലാഹ് അവരുടെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3000 രൂപ 2 സ്ക്വയർ ഫീറ്റിന്റെ പൈസ നമ്മുടെ പള്ളിക്ക് നൽകി അല്ലാഹു അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻ അബീ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു
قال يحترق بيت بالمدينة على أهله من الليل فحدث. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ മദീനയിൽ രാത്രി സമയത്ത് വീടിന് തീ പിടിക്കുകയും അതിലുള്ള ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. മദീനയിൽ പണ്ടൊരു വീട്ടിൽ തീ പിടിച്ചു, വീട് മുഴുവനും കത്തി നശിച്ചു, വീട്ടുകാർക്ക് മുഴുവനും പൊള്ളലേൽക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, തീർച്ചയായും തീ നിങ്ങളുടെ ശത്രുവാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൻ നാറ ഇന്നമാ ഹിയ അദുവ്വുൻ ലക്കും ഫഇദാ നിംതും ഫഅത്ഫിയൂഹാ അൻകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഈ തീ നിങ്ങളുടെ ശത്രുവാകുന്നു, അതിനാൽ ഉറങ്ങുമ്പോൾ നിങ്ങൾ അത് അണയ്ക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഗ്യാസൊക്കെ ഓഫാക്കാതെ കിടന്നുറങ്ങുന്നവരില്ലേ? ഗ്യാസ് ഓഫാക്കാതെ കിടന്നുറങ്ങുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന യൂട്യൂബ് ഈ എലിക്ക് വേണമെങ്കിൽ ഈ ഗ്യാസ് വരുന്ന ട്യൂബും കടിച്ചു പൊട്ടിക്കാമല്ലോ. എത്രയോ അനുഭവങ്ങളുണ്ട്. അവസാനം തീ കത്തുന്നൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലിയ ദുരന്തങ്ങൾ അത് വലിച്ചു വെക്കും. അതുകൊണ്ട് റസൂൽ തങ്ങൾ പറയുന്നു, നിങ്ങൾ അതിനെ വല്ലാതെ സൂക്ഷിക്കണം. ഒരു ഉദാഹരണം പറയുകയാണ്. നബി തങ്ങൾ പറയുന്നു, ദുരന്തം ഓർക്കുക, അല്ലാഹു എന്തു വലിയവനാ, എത്ര വലിയവനാ അല്ലാഹ്. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാണിന് ചാണായി പിൻപറ്റാൻ പറഞ്ഞു തരുന്നില്ലേ? ഓരോന്നിനും ഉദാഹരണ സഹിതമായി നമ്മളെ നബിതങ്ങൾ പഠിപ്പിച്ചു തരികയാ. നിങ്ങൾ സൂക്ഷിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏഴാമത്തെ കാര്യം ഞാൻ നിർത്തുകയാ, 11 മണിയായി. ഏഴാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ ശരീരത്തിൽ തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ എന്തേ പഠിപ്പിക്കുന്നത്? അനബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖറസത്തു നംലത്തുൻ നബിയ്യൻ മിനൽ അംബിയാ فأمر بقرية أن نملي فأحرقت فأوحى الله إليه أن قرصتك نملة أحرقت أمتي من أممي تصبح لله. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നബിതങ്ങൾ പറയുകയാ, നബിതങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രവാചകന് ഒരു ഉറുമ്പ്, അപ്പോൾ അദ്ദേഹം ഉറുമ്പുകൾ താമസിക്കുന്ന അതിന്റെ കൂട്, ഇവിടെ എന്താ പറയാ, പുറ്റ്, ആ പുറ്റിന് പ്രവാചകൻ തീയിട്ടു, ചുട്ടുകരിച്ചു കളഞ്ഞു. അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് വഹി ഇറക്കുകയാണ്. ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ താങ്കൾ കരിച്ചു കളഞ്ഞല്ലോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ സർവ്വചരാചരങ്ങളും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു, നമ്മളൊഴികെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യുന്ന ജീവി ഏതാ? അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുന്ന ജീവി ഏതാ? പറയടോ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദിക്ർ പറയുന്ന ജീവി തവളയില്ലേ? ഏതാ? മഴ അങ്ങോട്ട് പെയ്യുമ്പത്തേക്ക് എന്നാ ബഹളമല്ലേ? അത് അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നതാണോ? അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ തവള ഇങ്ങനെ കരയുന്നതൊന്ന് ശ്രദ്ധാപൂർവം ഒന്ന് കേട്ടാൽ മനസ്സിലാകും, അതൊരു ദിക്റാ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകും. ഇനി തവള കരയുമ്പോൾ നോക്കണം കേട്ടാ. ഈ മഴ സമയത്ത് ഇങ്ങനെ തവള, ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന ജീവിയ തവള. നമ്മളോ? നമ്മൾ തവളയാ അല്ലേ?
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മംഗലാപുരത്ത് നിന്നൊരു സഹോദരി ഹാഫിദും ആലിമുമായ ഒരു ഉസ്താദിനെ ഭർത്താവായി കെട്ടാൻ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു ഉസ്താദിനെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായി കിട്ടാൻ 3313 രൂപ ബദരീങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. കാരണം ബദരീങ്ങളുടെ ജനാസ ഖബറടക്കുമ്പോഴും മുത്തുനബി ചോദിച്ചത് ഹാഫിളീങ്ങളായ ബദരീങ്ങൾ ആദ്യം കൊണ്ടുവരാനാണ്. ബദരീങ്ങളുടെ മയ്യത്ത് ജനാസ ഖബറടക്കാൻ കൊണ്ടുവരുമ്പോഴും ആദ്യം പരിഗണിച്ചതാരെയാണ്? ഹാഫിളീങ്ങളായ ബദരീങ്ങൾ. അപ്പൊ സഹോദരി ഹാഫിളും ആലിമുമായ ഒരു ഭർത്താവിന് എനിക്ക് വേണം, ഒരു ഉസ്താദിനെ എനിക്ക് വേണം. ഗൾഫുകാരനെ വേണമെന്നല്ല പറഞ്ഞത്, എഞ്ചിനീയറെ വേണമെന്നല്ല പറഞ്ഞത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച മുത്തുനബിയുടെ അനന്തരാവകാശിയായ ഒരു മനുഷ്യനെ എനിക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരിയുടെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ഖുർആനിനെയും നിന്റെ ഹദീസിനെയും നിന്റെ മുത്തുനബിയെയും നിന്റെ ഇൽമിനെയും ആദരിച്ച പെങ്ങള ആ പൊന്നുമോൾക്ക് നല്ല ഒരു ജീവിതം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതം കൊടുക്കണേ റഹ്മാനെ. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകളായി അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. മുഹമ്മദ് ബിലാൽ കൊല്ലത്ത് നിന്ന് ഹലാലായ മുറാദുകൾ ഹാസിലാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ, മാതാപിതാക്കൾക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ ബിലാൽ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ചാബക്കാട് നിന്നൊരു സഹോദരി ഭർത്താവിന്റെ കടങ്ങൾ വീട്ടുന്നതിനും ജോലിയിൽ ബറക്കത്ത് കിട്ടുവാനും 4 വർഷമായി നാട്ടിൽ വന്നിട്ട് ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു സഹോദരി, അല്ലാഹുവേ ആ പൊന്നുപെങ്ങളുടെ കടങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരു വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാ. കടക്കാരിയായി മരണപ്പെട്ടു പോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു ഖൈറായ ജോലി നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി, ഉസ്താദെ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു, 13 വർഷമാകുന്നു. അല്ലാഹുവേ, ഉപ്പാനെ മറക്കാത്ത പൊന്നുമോൾ, അല്ലാഹുവേ ഖബർ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. ആ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നബിതങ്ങൾ പറയുകയാ, അവിടെ ആ പ്രവാചകനോട് ചോദിച്ചു, ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന, നന്ദി രേഖപ്പെടുത്തുന്ന ഒരു സമൂഹത്തെ താങ്കൾ കരിച്ചു കളഞ്ഞല്ലോ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ കരിച്ചു കളഞ്ഞിരുന്ന ഒരു ഉറുമ്പിന്റെ സമൂഹത്തെ നബിയെ കണ്ടു. ഞങ്ങൾ കരിച്ചു കളഞ്ഞ കുറച്ച് ഉറുമ്പിന്റെ ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. നബി ചോദിച്ചു, ആരാ ഉറുമ്പിന്റെ സമൂഹത്തെ ഇങ്ങനെ കരിച്ചത്? ആരാണ് ഈ ഉറുമ്പിനെ കരിച്ചു കളഞ്ഞത്? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, തീ കൊണ്ട് ശിക്ഷിക്കാൻ ആർക്കും അനുവാദമില്ല. ഒരു മനുഷ്യനും ഒരു വസ്തുവിനെയും തീ കൊണ്ട് ശിക്ഷിക്കുവാൻ അനുവാദമല്ല. തീ റബ്ബിനല്ലാതെ, അല്ലാഹുവിനല്ലാതെ അതിന് അർഹത, അല്ലാഹുവിനല്ലാതെ അതിനുള്ള അവകാശമില്ലെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹുവിന് മാത്രമേ അവകാശമുള്ള തീ കൊണ്ട് ശിക്ഷിക്കാൻ. തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടുള്ളതല്ലെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, എൻ്റെ ഉസ്താദ്, ഇപ്പൊ ഈ ഇലക്ട്രിക് ബാറ്റൊക്കെ ഇല്ലേ കൊതുവിനെ കൊല്ലുന്നേ അല്ലേ? അതിനെക്കുറിച്ച് പഠിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചോദ്യമല്ലേ അല്ലേ? ചോദ്യമല്ലേ സഹോദര? തീ കൊണ്ട് ഒന്നിനെയും ശിക്ഷിക്കാൻ പാടില്ല. അപ്പൊ കൊതുകിനെ ഇങ്ങനെ കരണ്ട് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കൊല്ലുന്നുണ്ടല്ലോ ഇല്ലേ? ശരിയാണോ? അപ്പൊ ചോദിക്കും, കൊതുപടി കൊള്ളടോ അല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. പഠിച്ചിട്ട് വേണം മസ്അല പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെ കയറി എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തിനാ വെറുതെ വല്ലവനും കൊണ്ട് തലവെച്ച് കൊടുക്കുന്നത്? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
മുഫസ്സിരീങ്ങൾ എനിക്ക് എവിടെയോ കിതാബിൽ വായിച്ച ഒരു ഓർമ്മയുണ്ട്. എവിടെയോ ഹദീസിൽ ഇങ്ങനെ എവിടെയോ വായിച്ചിരുന്നു. കിതാബ് ഉസ്താദന്മാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അത് തീയല്ലല്ലോ, ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട്, കരണ്ടുമായി ബന്ധപ്പെട്ടല്ലോ, ഇതോടെ തീയുടെ ഗണത്തിൽ വരുന്നില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എങ്കിലും ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, തീ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ഉപയോഗിക്കുന്ന ഒന്നാണ് തീ. അപ്പൊ ആ തീയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 7 ഗുണപാഠങ്ങൾ. ഒന്ന്, തീയുടെ ഉടമസ്ഥൻ അള്ളാഹുവാണെന്നുള്ള ബോധമുണ്ടാകണം. മനുഷ്യന് അതുമായി യാതൊരു ബന്ധവുമില്ല, ഉപയോഗിക്കുന്നു എന്ന് മാത്രം. രണ്ടാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അനുഗ്രഹമാണ് തീ എന്ന് ഓർക്കണം. മൂന്നാമതായിട്ടോ, മരണാനന്തര ജീവിതം ഉണ്ട് എന്നതിന് ഉദാഹരണമായിട്ടാണ് അള്ളാഹു എന്ത് പറയുന്നത്, ഈ തീയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാലാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീ കാണുമ്പോൾ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമിന ഷാജഹാൻ എന്ന സഹോദരി ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്തതാണ്. അൽഹംദുലില്ലാ, പെൺകുട്ടിയുണ്ടായി, സ്വാലിഹായ, കണ്ണിന് കുളിർമയുള്ള മകളാവാനും ഖുർആൻ അനുസരിച്ച് ജീവിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ കൊണ്ടുപോകുന്ന മകളാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. 5000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി. അൽഹംദുലില്ലാ, അള്ളാഹു ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. അള്ളാഹു ആ പൊന്നുമോളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മകളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് കൊടുക്കുന്ന മകളായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹുവേ, പടച്ചവനെ, ആ പൊന്നുമകളെ കണ്ണിന് കുളിർമയുള്ള മകളാക്കണേ തമ്പുരാനെ. മാതാപിതാക്കളുടെ സ്വർഗത്തിന്റെ മുന്നിൽ കാത്തു നിന്ന്, എൻ്റെ മാതാപിതാക്കളില്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകില്ല എന്ന് വാശി പിടിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് ഉപ്പയെയും ഉമ്മയെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മകളായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ തീ കാണുമ്പോൾ നമ്മൾ നരകത്തിനെ കുറിച്ച് ഓർക്കണം. 5, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീ കാണുന്ന സമയം നരകത്തിലെത്തി, അല്ലാഹുവേ, ഇതിനു പോലും ഇത്ര പവറാണെങ്കിൽ ആ നരകത്തിന്റെ തീക്ക് എത്ര വലിയ, അല്ലാഹുവേ, ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 6 അപകട കാര്യങ്ങളാണ് തീ എന്ന് പറഞ്ഞ അപകടകാരിയാണെന്നുള്ള ബോധമുണ്ടാകണം. 7 തീ കൊണ്ട് ഒന്നിനെയും ശിക്ഷിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സാരിയണ്ണന്റെ ജ്യേഷ്ഠന്റെ മകൾ ഇപ്പം മരണപ്പെട്ടു പോയ